ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് h ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു എർത്തിന് മുകളിലായിട്ട് ഒരു ഹൈറ്റിൽ വെച്ചാൽ ആ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് സിസ്റ്റം എന്താണെന്ന് നോക്കാം. സോ എർത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് r ആണ് ആൻഡ് മാസ് m ആണ്, ക്യാപിറ്റൽ M ആണ്. സോ ഇതിന് മുകളിലായിട്ട് h ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് m സ്മാൾ ലെറ്റർ മാസ് m ഉള്ള ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താവും h പ്ലസ് r ആണ്. ഇവർ തമ്മിൽ എന്തുണ്ടാകും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ലേ? രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ലേ? സോ അവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ എഴുതി F = Gmm/r+h². r+h² വരാൻ കാരണം എന്താണ്? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? h പ്ലസ് r അല്ലെങ്കിൽ r+h. സോ r+h². ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് എഴുതി നമ്മൾ. ഓക്കെ ആണോ? ദെൻ g ഓൺ മാസ് m. ഈ മാസിന് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ? g കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ? അത് നമ്മൾ F = ma പറഞ്ഞ രീതിയിലുള്ള ഫോഴ്സ് ആവില്ലേ? സോ F = ma. സോ ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമാണ് ആക്സലറേഷൻ. സോ എന്റെ പകരം നമുക്ക് എന്ത് എഴുതാം? g എന്ന് പറഞ്ഞ് എഴുതാം. g ന്ന് റീപ്ലേസ് ചെയ്യാം. സോ a = g എന്ന് എഴുതി കൂടെ. സോ F = ma നെ F = mg എന്നാക്കി എഴുതി കൂടെ. ഇതിൽ നിന്ന് g = F/m എന്ന് എഴുതി കൂടെ. ഓക്കെ ആണോ? സോ അതിന് ഇക്വേഷൻ നമ്പർ 2 എഴുതി. എന്നിട്ട് ഇക്വേഷൻ 2ൽ 1 നമ്മൾ കൂട്ടി അത് 8 കൊടുക്കും. സോ ഇക്വേഷൻ 2 എന്താണ്? g = F/m. അതിന് f ന് പകരം ഇക്വേഷൻ നമ്പർ 1 f ഇട്ട് കൊടുക്കും. സോ g = Gmm/r+h² into m. m ക്യാൻസൽ ആയിപ്പോയി. സ്മാൾ ലെറ്റർ m ക്യാൻസൽ ആയിപ്പോയി. സോ ഇനി ബാക്കി എന്താ ഉണ്ടാവുക? Gm/r+h². ഓക്കെ ആണോ? ഇനി ഇവിടെ നമ്മൾ സഫിക്സിൽ h എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണുന്ന g എന്താണ്? ഒരു ഹൈറ്റിലുള്ള g ആണ്, സർഫേസിലുള്ള g അല്ല. മുന്നേ നമ്മൾ കണ്ടത് സർഫേസിലുള്ള g ആണ്. അതിനെയാണ് നമ്മൾ g എന്നോ gs എന്നോ നമ്മൾ എഴുതിയത്. സോ ഇപ്പൊ നമ്മൾ കാണുന്ന g എന്ന് പറയുന്നത് ഹൈറ്റിലുള്ള g ആണ്. ഓക്കെ ആണോ? സോ ഒന്നുകൂടി പറയാം, GH = Gm/r+h². ഓക്കെ ആണോ? ഇനി GH = Gm/r² into 1+h/r² എന്ന് എഴുതിക്കൂടെ? r² പുറത്തോട്ട് എടുത്ത് എഴുതിക്കൂടെ? ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ r² പുറത്തോട്ട് എടുത്ത് എഴുതി. സോ ഒന്നുകൂടി പറയാം, GH = Gm/r² into 1+h/r² എന്ന് എഴുതിക്കൂടെ? കാരണം r² പുറത്തോട്ട് എടുത്തു. ഓക്കെ ആണോ? ഇനി Gm/r², ഈ ബോർഡായി എഴുതിയ Gm/r² നമുക്ക് സർഫേസിലുള്ള g അല്ലേ? സർഫേസിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാവും g അല്ലേ? മുന്നേ നമ്മൾ പഠിച്ച g അല്ലേ? സോ Gm/r² gs എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ വെറും g ആണ് എഴുതുക. നമ്മൾ മുന്നേ അങ്ങനെ എഴുതിയില്ലെങ്കിൽ gs മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. gs സർഫേസിൽ ഉണ്ടാവുന്ന g. ഓക്കെ ആണോ? സോ ബാക്കി എന്തുണ്ടാവും? 1/1+h/r² ഉണ്ടാവില്ലേ? അതിനെ എന്ത് 1+h/r⁻² എന്ന് എഴുതിക്കൂടെ? ഓക്കെ ആണോ? 1/നെ മുകളിലോട്ട് കൊണ്ടുപോകും -2 അല്ലെങ്കിൽ -1 എന്നുള്ള രീതി നമുക്ക് ഇൻവേഴ്സ് ആക്കി എഴുതിക്കൂടെ? ഓക്കെ ആണോ? ആ രീതിയിൽ എഴുതി. ഒന്നുകൂടി പറയാം, ഈ Gm/r² gs എഴുതി. എന്നിട്ട് 1/1+h/r² 1+h/r⁻² എന്ന് എഴുതി. ഓക്കെ ആണോ? ഇനി ഈ ടേമിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ വഴി നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. എപ്പോഴാണ് ആ കണ്ടീഷൻ എന്ന് വെച്ചാൽ for h/r very much less than 1, h/r very much less than 1 ആണെങ്കിൽ നമുക്ക് യൂസിങ് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് GH = G × 1 - 2h/r എന്ന് എഴുതാം. ഒന്നുകൂടി പറയാം, h/r വളരെ ചെറുതാണെങ്കിൽ, 1-നെക്കാട്ടിലും വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് ഈ ടേമിനെ 1 - 2h/r എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ ടേം എന്താവും? GH = G × 1 - 2h/r ആവും. സോ ഈ ഇക്വേഷൻ നിന്ന് നമുക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ h ഇൻക്രീസ് ആകുന്തോറും GH കുറയില്ലേ? h ഇൻക്രീസ് ആകും, ഹൈറ്റ് ഇൻക്രീസ് ആകുന്തോറും ഇവിടെ ഹൈറ്റ് ഇൻക്രീസ് ആകുമ്പോൾ സർഫേസിൽ നിന്നും ഹൈറ്റ്
ആകുന്തോറും എന്ത് സംഭവിക്കുന്നു? ഗ്രാവിറ്റേഷനിൽ കുറവ് സംഭവിക്കുന്നു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ GHൽ എന്ത് സംഭവിക്കുന്നു? കുറവ് സംഭവിക്കുന്നു. സോ ഹൈറ്റ് കൂടുന്തോറും ഹൈറ്റ് കൂടുന്തോറും എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, അത് കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കും. സോ ഇതാണ് G അറ്റ് ഹൈറ്റ് H, ഒരു നിശ്ചിത ഹൈറ്റിൽ ഉള്ള ഒബ്ജക്റ്റിന് സംഭവിക്കുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, താങ്ക് യു.